കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തോടെ പാലക്കാട് പരസ്യ പ്രചാരണത്തിന് സമാപനം. ചരിത്ര വിജയം നേടുമെന്ന് LDF നേതാക്കൾ അവകാശപ്പെട്ടു. അതേസമയം വൻ വിജയം നേടുമെന്നാണ് കോൺഗ്രസിന്റെയും BJPയുടെയും അവകാശവാദം. വിനിഷയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. വിനിഷ, ഒരു മാസം നീണ്ട പ്രചാരണങ്ങൾക്ക് ഇന്ന് അവസാനമായിരിക്കുന്നു. നാളെ നിശബ്ദ പ്രചരണം, ഒരു ദിവസം ബാക്കി നിൽക്കുന്നു വോട്ടെടുപ്പിന്. എങ്ങനെയായിരുന്നു ഇന്നത്തെ ആവേശം? ഏകദേശം ഒരു മാസത്തോളം കാലം നീണ്ടുനിന്ന ആവേശത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, ആ ആവേശം ഒട്ടും ചോർന്നു പോവാത്ത രീതിയിലുള്ള കൊട്ടിക്കലാശത്തിന്റെ അവസാന മിനിറ്റുകൾ, വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇരു മുന്നണികളും, പ്രധാനമായും LDF മുന്നണിയും UDF മുന്നണിയും പാലക്കാട് മണ്ഡലത്തിൽ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കാനിറങ്ങുമ്പോൾ വികസനത്തിന്, മാറ്റത്തിന് ഒരു വോട്ട് ചോദിച്ചുകൊണ്ടാണ് LDF ജനങ്ങളുടെ അടുക്കിലേക്ക് എത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ വന്ന ദേശീയ ശ്രദ്ധാകേന്ദ്രമായി മാറ്റിക്കൊണ്ട്, പാലക്കാടിനെ മാറ്റിക്കൊണ്ട് നിരവധി വിവാദങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങൾ UDFന് തലവേദനയായി വരുന്നത് നമ്മൾ കണ്ടു. കത്ത് വിവാദം മുതൽ ഏറ്റവും ഒടുവിലായി വോട്ടർ പട്ടികയിൽ വ്യാജമായി വോട്ട് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറുപടി പറയേണ്ടതായി വന്നു UDFന്. അതിലൊരു മേൽക്കൈ എടുക്കാൻ LDFന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് LDF ക്യാമ്പിന് ഈ കൊട്ടിക്കലാശത്തിൻ്റെ മണിക്കൂറുകളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഇനി നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ. നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകൾ എന്നതിനപ്പുറത്ത് നിർണായകമായ 38 മണിക്കൂറുകൾ. ആ ഒരു സമയത്തിനുള്ളിൽ അവസാനമായി പോളിംഗ് ബൂത്തിലെത്തുന്ന ഓരോ വോട്ടറുടെയും വോട്ട് രേഖപ്പെടുത്തി കഴിയുന്നത് വരെ ആ തങ്ങൾക്കുള്ളതാണ് ആ ഓരോ വോട്ടും എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം കൂടിയാണ് ഇനിയുള്ള മണിക്കൂറുകൾ. അതുകൊണ്ട് തന്നെയാണ് അത് നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകൾ എന്നതിനപ്പുറത്തേക്ക് നിർണായകമായ മണിക്കൂറുകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. അത്രത്തോളം ജനകീയ ശ്രദ്ധ നേടിയ, ദേശീയ ശ്രദ്ധ നേടിയ, മാധ്യമ ശ്രദ്ധ നേടിയ, വാർത്തകളിൽ ഇടം പിടിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് മണ്ഡലത്തിൽ, ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു മാസമായി അരങ്ങേറിയത്. ഇടതുമുന്നണിക്കായാലും വലതുമുന്നണിക്കായാലും പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു. തുടക്കത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഇങ്ങോട്ട് വലിയൊരു രീതിയിലുള്ള ആത്മവിശ്വാസം UDFന് തുടക്കത്തിൽ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും ആ തുടക്കത്തിലുള്ള ആത്മവിശ്വാസത്തെ അട്ടിമറിക്കുന്ന രീതിയിലായിരുന്നു LDF കാൻഡിഡേറ്റായി ഡോക്ടർ P സരിൻ പാലക്കാട് മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുന്നത്. ഒരു മാസക്കാലയളവിനിടയിൽ തുടക്കത്തിൽ ഏത് രീതിയിലായിരുന്നോ ഡോക്ടർ P സരിൻ്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തോടു കൂടി ഇതേ നഗരവീതി ിലൂടെ ഡോക്ടർ P സരിൻ ലോഞ്ചിങ് സെറിമണി, കാൻഡിഡേറ്റ് ലോഞ്ചിങ് സെറിമണി നടത്തിയത്, അതേ ആവേശം ഒട്ടും ചോർന്നു പോകാത്ത തരത്തിൽ തന്നെയായിരുന്നു കൊട്ടിക്കലാശത്തിലെ അവസാനത്തെ ആത്മവിശ്വാസവും. നല്ല ഭൂരിപക്ഷത്തിൽ, മികച്ച ഭൂരിപക്ഷത്തിൽ പാലക്കാടൻ ജനത തന്നെ വിജയിപ്പിക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഡോക്ടർ P സരിൻ നമ്മളോട് കൊട്ടിക്കലാശത്തിനിടെ സംസാരിച്ചപ്പോൾ പ്രകടിപ്പിച്ചത്. ആത്മവിശ്വാസ പ്രകടനം നടത്താൻ ഈ ജനതയെ തന്നെയാണ് നമുക്ക് പ്രതീക്ഷകൾ നൽകുന്നത്. ജനങ്ങൾ മറ്റന്നാൾ ഈ സമയമാകുമ്പോഴേക്കും വോട്ടെടുപ്പിൻ്റെ അവസാന മണിക്കൂറിലായിട്ടുണ്ടാകും. സ്വാഭാവികമായും കനത്ത പോളിംഗ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ ശക്തി പ്രകടനത്തിന്, കൊട്ടിക്കലാശത്തിന് എത്തിയ മനുഷ്യർ മുഴുവൻ തന്നെ ബൂത്തുകളിലും എത്തും, ഒരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള വോട്ട് ഇടതുപക്ഷത്തിന് സമാഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒട്ടും ആത്മവിശ്വാസവും ആവേശവും ചോരാതെ തന്നെയാണ് UDF ക്യാമ്പും സ്റ്റേഡിയം പരിസരത്ത് കൊട്ടിക്കലാശവുമായി മുന്നോട്ട് പോയത്. അത്രത്തോളം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ക്യാമ്പും ഉള്ളത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പാലക്കാട് മണ്ഡലം ഭരിച്ച UDFന് പാലക്കാട് മണ്ഡലം ഇത്രയും നിലനിർത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് UDF ക്യാമ്പും പങ്കുവയ്ക്കുന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജ് മൈതാനം മുതൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വരെയായിരുന്നു കൊട്ടിക്കലാശത്തിൻ്റെ അനുമതി നൽകിയിരുന്നത്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശം അരങ്ങേറിയത്. അത്രത്തോളം ആവേശത്തിൽ പാലക്കാടൻ ജനത ഇന്ന് വരെ കാണാത്തത്ര ആവേശത്തിൽ തന്നെയായിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം ഇവിടെ നടന്നത്. കൃത്യം 6 മണിയോടുകൂടി തന്നെ കൊട്ടിക്കലാശം എല്ലാ മുന്നണികളും പൂർത്തിയാക്കി. ഇനി നിർണായകമായ മണിക്കൂറുകൾ, നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വളരെ വലിയ ഒരു ആവേശോജ്വലമായ കൊട്ടിക്കലാശമാണ് പാലക്കാട് കണ്ടത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് വിനിഷ.